ഞാനൊരു F&B മാനേജറാണ് ബൈ പ്രൊഫഷൻ. അപ്പോൾ ആദ്യം കാലങ്ങളിൽ സ്റ്റാഫ് എന്നോടൊന്ന് പറയായിരുന്നു, സാർ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ എങ്കിലും അവർ നമ്മളൊരു വേലക്കാരെ പോലെ ട്രീറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ വിചാരം അവർക്ക് സർവ് ചെയ്യുന്നത് നമ്മൾ അവരുടെ വേലക്കാരാണ്. ഇൻ ദ ബിഗിനിങ് എനിക്കും അങ്ങനെ തോന്നിയിരുന്നു. വെൻ ഐ വാസ് വെയിറ്ററൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ എന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചപ്പോൾ, അല്ലെങ്കിൽ F&Bയെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ, F&Bയെ പറ്റി കൂടുതൽ അതായത് ഓൺലൈൻ ക്ലാസ്സുകളും അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്കത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. വളരെ ശരിയാണ്. റെസ്റ്റോറൻറ്റ് ഫീൽഡ്, അവർ ഒരു വെയിറ്റർ അല്ലെങ്കിൽ വെയിട്രസ്, ഹീസ് എ ജസ്റ്റ് സർവൻറ്റ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ അവരുടെ ക്വാളിറ്റി ഇല്ലായ്മ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അത് നമ്മളുടെ പ്രശ്നമല്ല. എപ്പോഴും ഞാനൊന്ന് എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്. ഓൾവേസ് പുട്ട് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് യു ആർ എ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സർവിങ് ടു ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നിങ്ങളെ ജോലിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല. ഇഫ് യു ആർ റൈറ്റ്, യു ആർ ഓൾവേസ് റൈറ്റ്. മനസ്സിലായില്ലേ? എപ്പോഴും പറയാറുണ്ട്, F&Bയിലൊക്കെ ഞാൻ പണ്ട് മുതൽ കേട്ടുവരുന്നൊരു സംഭവമാണ് കസ്റ്റമേഴ്സ് ആർ ഓൾവേസ് റൈറ്റ്. അപ്പോൾ ഞാനതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആർ നോട്ട് ഓൾവേസ് റൈറ്റ്. കസ്റ്റമേഴ്സ് ഓൾവേസ് റൈറ്റ് അല്ല. നമ്മൾ അവരെ അങ്ങനെ വേണമെങ്കിൽ വിശ്വസിപ്പിക്കാം, യെസ് സർ യു ആർ റൈറ്റ്. അങ്ങനെ അവരുടെ മനസ്സിൽ നമുക്കൊരു പോസിറ്റീവ് കൊടുക്കാം, യു ആർ ഓൾവേസ് റൈറ്റ്, ബട്ട് ദേ ആർ ഓൾവേസ് നോട്ട് റൈറ്റ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? യു ആർ എ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ സർവിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അത് മാത്രം നിങ്ങൾ മനസ്സിലുണ്ടായിരിക്കുക. അതുകൊണ്ട് നിങ്ങൾ ജോലിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ജോലി ചെയ്തിട്ടാണ് സമ്പാദിക്കുന്നത്. അതുകൊണ്ട് ആരുടെ മുന്നിലും തലകുനിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു ജോലിക്ക്.